അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പെർഫെക്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസി, പെട്ടെന്നായിരുന്നു. വളരെ വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. നമ്മൾ പഴമൊന്നും എടുത്ത് വയ്ക്കുന്നില്ല, ഞെരടി വയ്ക്കുന്നില്ല, അരി അരയ്ക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഇതാ നോക്ക് എത്ര സോഫ്റ്റ്. ഇതൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് പൊട്ടിക്കാൻ പറ്റാത്തത്. കണ്ടില്ലേ. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തത്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്തണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. സെയിം കപ്പിന് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ശർക്കര ഇതിനകത്തോട്ട് ഉരുക്കി ഒഴിക്കാം. നമ്മളിതിനകത്ത് ഇച്ചിരി ഉപ്പ്, കുറച്ച് മതി കേട്ടോ, ഒരു നുള്ളു ഉപ്പ് കൂടി ഇടാം. ഇനി ശർക്കര ഒഴിക്കാം. ഇതിനകത്ത് ഭയങ്കര മണ്ണാണ് കേട്ടോ, ഭയങ്കര മണ്ണാണ് ഇതിനകത്ത്. അപ്പം ഒഴിക്കാതെ ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചൂടോട് കൂടി ഒഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് അരിച്ചൊഴിക്കാം. നല്ല ശർക്കരയാണ്, നല്ല എന്താ പറയണ്ടേ, ഈ നമ്മുടെ കാപ്പിയൊക്കെ ഇടുന്ന ചക്കര അത് തന്നെയാണ്. പക്ഷെ മണ്ണാണ് ഇതിനകത്ത്, ഭയങ്കര മണ്ണ്, ചെറിയ മണ്ണൊന്നുമല്ല. ഒഴിച്ച് നോക്കാം. മിക്സ് ചെയ്തിട്ട് ബാക്കിയുടെ ഒഴിക്കാം. അപ്പോൾ ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് ഒഴിക്കരുത്, സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അതായത് വെള്ളം ഒഴിക്കുന്ന ഒരു കാര്യത്തിൽ പാകം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മൈദയും അരിപ്പൊടിയുമാണല്ലോ, അതുകൊണ്ട് അതൊരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് കുതിർന്ന് എല്ലാം ഒന്ന് സെറ്റാവും. ഇതിലേക്ക് ഒരു 3-4 ഏലക്ക പൊടിച്ചത് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ച് എടുക്കാൻ പോകുന്നു. ഏലക്കാപ്പൊടി ചേർക്കാം, മിക്സ് ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഐറ്റംസ് വറുത്തിടാം. ഇത് എള്ളാണ്, കറുത്ത എള്ളുണ്ട് വെളുത്ത എള്ളുണ്ട്. അപ്പം ഞാനൊട്ടും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് 2 കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് തേങ്ങാക്കൊത്താ വേണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും ഈ ഐറ്റംസ് കൂടെ വറുത്തെടുക്കാം. നമുക്ക് നെയ്യിൽ വേണേലും വറക്കാൻ കേട്ടോ. അപ്പോൾ നല്ല രുചിയായിരിക്കും ഉണ്ണിയപ്പത്തിന്. ഞാൻ നെയ്യപ്പം ഉണ്ണിയപ്പം എല്ലാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഞാനിപ്പോൾ ഇത് സാധാരണ ഓയിലില്ല വറുത്തിരിക്കും. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എള്ളു കൂടി ചേർക്കാം. എള്ളു പെട്ടെന്ന് നമുക്ക്, അതുകൊണ്ട് തന്നെ അധികം റോസ്റ്റ് ചെയ്യണ്ട. ഒന്ന് പൊട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എണ്ണ കൂടി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് ഐറ്റംസ് എടുത്ത് നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എണ്ണ കുറച്ച് ഞാൻ ഒഴിച്ചുള്ളൂ, അപ്പോൾ അതങ്ങ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. നമ്മൾ ഇതിനകത്ത് പഴമൊന്നും ചേർത്തിട്ടില്ല. ഒരു 5-10 മിനിറ്റ് കൊണ്ട് മിക്സ് ചെയ്ത് നേരെ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ണിയപ്പമാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. എനിക്ക് മറ്റേതിനെക്കാട്ടി ഇതാണ് ഇഷ്ടം. എൻ്റെ ഉണ്ണിയപ്പക്കാര പാത്രം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഈ കുഴികളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് എണ്ണ ഒഴിക്കണം. ഫുള്ള് അങ്ങ് ഒഴിച്ചില്ലെങ്കിലും എന്താ പറയണ്ടേ, കവിഞ്ഞങ്ങ് പോവാതെ ഒഴിക്കണം. ഇത്ര മതി, ഇത്ര ഇങ്ങനെ ഫുള്ള് ചെയ്യാം. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് ഒഴിച്ച് നോക്കിയതാ, അത് എണ്ണ ചൂടായിട്ടില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഈ വരുന്നതിന് ഇപ്പോൾ ഒഴിക്കാം. അപ്പോൾ കുറച്ച് വേണം ഒഴിക്കാൻ. നമ്മളൊരു കുഴി ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഒഴിക്കണ്ട. അതൊരു 3/4 ഭാഗത്തോളം ഒഴിക്കാം. അത്ര മതി. അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഇത് ഒഴിക്കാം. ഫുള്ള് ഇത് ഒഴിച്ച് കൊടുക്കാം. അത്ര മതിയാവും. അപ്പോൾ നമ്മളിത് മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. വേറെ ഒന്നുണ്ട്, അതിൽ ചില സമയത്ത് ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇനിയപ്പം 2 വശവും ഞാൻ ഒന്നുകൂടി തിരിച്ചിട്ട് കേട്ടോ. നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എടുക്കാറായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ഓരോന്നായിട്ട് എടുത്ത് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇട്ടത് കോഴി എടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. ഇത് ചൂടായതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊന്നും പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഞാനത് എടുത്ത് കാണിക്കാം. ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ ഞാൻ എടുത്തു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നല്ല അകമൊക്കെ നല്ല സോഫ്റ്റായിട്ട്, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഇരുന്നോളും കേട്ടോ. കുറച്ച് മൂപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ
നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്ര അല്ല കേട്ടോ, ഞാൻ കുറച്ച് ഉണ്ട്, ഞാനത് കണ്ണന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 എണ്ണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പാത്രം നിറയെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടി. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് എത്ര ഈസി ആയിട്ടാണെന്ന് കണ്ടല്ലോ. നമ്മൾ ഈ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്